ഹായ്, ഞാൻ ജോസൂട്ടിയുടെ അപ്പ. കഴിഞ്ഞ ദിവസങ്ങളിലെ വീഡിയോയിലൊക്കെ നമ്മൾ ക്രിസ്മസിൻ്റെ തിരക്കുകൾ, ക്രിസ്മസിൻ്റെ ഷോപ്പിംഗ് അതെല്ലാം നമ്മൾ കാണിച്ചു. ഇന്ന് ജനുവരി 1 ന്യൂ ഇയർ ഈവായിരുന്നു. ശരിക്കിവിടെ ആഘോഷങ്ങളും പബ്ബുകളും നൈറ്റ് ലൈഫും ഒക്കെ വളരെയധികം ആക്റ്റീവായിട്ടുള്ളൊരു രാത്രിയായിരുന്നു. സത്യം പറഞ്ഞാൽ ഇന്നലെ കവർ ചെയ്യാനായിട്ട് ആഗ്രഹിച്ച് വന്നിരുന്നു, പക്ഷെ പകുതി വഴിക്ക് വെച്ച് തിരിച്ചു പോകേണ്ടി വന്നു. കാരണം അതുപോലെയുള്ള മഴയായിരുന്നു. അതുകൊണ്ട് ഇന്നലെ അത് നടന്നില്ല. അപ്പോൾ അതിന് പകരം ഇന്നിപ്പോൾ പുതിയ വർഷം, അതായത് ന്യൂ ഇയർ 1 തീയതിയായിട്ട് പബ്ബുകളുടെ സ്ട്രീറ്റ് എങ്ങനെയാണെന്ന് ഒന്ന് നിങ്ങളെ കാണിക്കാം. ഇപ്പോൾ സമയം 6 മണിയാകുന്നതേ ഉള്ളൂ. പക്ഷേ വിൻ്റർ ആയതുകൊണ്ട് തന്നെ നല്ല രീതിയിൽ ഇരുട്ടായിട്ടുണ്ട്. അപ്പോൾ ഞാനിപ്പോൾ സ്റ്റാർട്ട് ചെയ്തത് സാധാരണ പോലെ തന്നെ സിറ്റി സെൻറ്ററിൽ നിന്നാണ്. അവിടെ നിന്ന് നമ്മൾ റിവർ ലിഫിയുടെ ബ്രിഡ്ജ് കടന്ന് നമ്മൾ കോളേജ് ഗ്രീനിൻ്റെ ഭാഗത്തേക്ക് നടക്കുമ്പോൾ വീവേഴ്സ് ഓഫ് അയർലൻഡ് എന്ന് പറയുന്ന കട തൊട്ട് ചേർന്ന് വലതുവശത്തേക്ക് തിരിയുമ്പോഴാണ് ഈ കൂടുതലും പബ്ബുകൾ മെയിനായിട്ടുള്ള ഒരു സ്ട്രീറ്റ് ഉള്ളത്. ഇതാണ് ആ സ്ട്രീറ്റ്. അയർലൻഡിനെ സംബന്ധിച്ച് പബ്ബും നൈറ്റ് ക്ലബ്ബുകളും ഒന്നും ഒഴിവായിട്ടൊരു ജീവിതം അവർക്ക് സങ്കല്പിക്കാൻ പറ്റില്ല. അതുകൊണ്ട് തന്നെ 1 തീയതി തന്നെ പബ്ബുകളെല്ലാം തന്നെ ഓപ്പണാണ്. പക്ഷേ അത്ര ആളുകളെല്ലാം കുറവാണ് എന്നതേ ഉള്ളൂ. ടെമ്പിൾ ബാർ ഹോട്ടലാണ് ഇപ്പോൾ നമ്മൾ കടന്നു പോകുന്നത്. ടെമ്പിൾ ബാർ ഹോട്ടൽ ഇവിടെയൊക്കെ ഇന്നലെ വരുമ്പോൾ ഭയങ്കര തിരക്കായിരുന്നു. നിന്ന് തിരിയാൻ പറ്റുന്നില്ലായിരുന്നു. കണ്ട് ഇതാണ് ഇവിടെ ഹാർഡ് റോക്ക് കഫേ. പിന്നെ എല്ലാ സ്ട്രീറ്റുകളിലും കാണുന്ന പോലെ തന്നെ ക്യാരൽസിൻ്റെ ഒരു കടയുണ്ട് ഇവിടെ. പിന്നെ ഇതാണ് ദ മോർഗൻ ഹോട്ടൽ, ദ മോർഗൻ. അതിനോട് ചേർന്ന് തന്നെ ഹാർഡ് റോക്ക് കഫേ. ഇത് വേറൊരു ഓരോ ദിവസവും പ്രത്യേകം പരിപാടികളുമൊക്കെ ആയിട്ട് ഉള്ളൊരു തണ്ടർ റോഡ് കഫേ. ഒരു വലിയൊരു നൈറ്റ് പബ്ബ് റെസ്റ്റോറൻറ്റ് എല്ലാമാണ്. ഇപ്പം ഇന്നലെ ഭയങ്കര മഴയായിരുന്നു. ഇപ്പം ഞാൻ വീഡിയോ എടുക്കുന്നതിന് തൊട്ട് മുമ്പ് വരെ മഴയൊന്നും ഇല്ലാതിരുന്നതാണ്. ഇപ്പോൾ വീണ്ടും മഴ പെയ്തു തുടങ്ങി. അയർലൻഡിൽ മഴ ഒഴിഞ്ഞ് നേരമില്ല. അതിപ്പം മഞ്ഞുകാലമായാലും ശരി, സമ്മറാണെങ്കിലും ശരി. അടുത്തൊരു പബ്ബ്, ദ ഒലിവർ സെൻറ്റ് ജോൺ ബഗാർട്ടി. പിന്നെ ഇതിൻ്റെ അപ്പുറത്തേക്കും ഇപ്പുറത്തേക്കുമുള്ള ക്രോസ് റോഡുകളിലെല്ലാം ഇവിടെ മുഴുവൻ പബ്ബുകളാണ്. പക്ഷേ ഈ ക്രോസ് റോഡുകളിലൊന്നും ഞാനിപ്പോൾ നോക്കുമ്പം അത്ര ലൈഫില്ല. ചെറിയ റെസ്റ്റോറൻറ്റുകൾ എല്ലാം ഉണ്ട്. മഴ ഇത്തിരി നന്നായിട്ട് പെയ്തു തുടങ്ങിയിട്ടുണ്ട്. അങ്ങോട്ടേക്ക് ചെറിയൊരു ഇതിൻ്റെ ആ അറ്റം കാണുന്നത് കഴിഞ്ഞാൽ അവിടേക്ക് പിന്നെ മെയിൻ റോഡാണ്. ഇവിടെ ഇങ്ങനെ ഒരു ദൂരം ഇവിടെ ഇങ്ങനെ ഉണ്ട്. ഇവിടെ ആളുകൾക്ക് ഇരുന്ന് ഒന്ന് റിലാക്സ് ചെയ്ത്, കാരണം അവിടെ മക്ഡൊണാൾഡ് ഉണ്ട്. അവിടെ മക്ഡൊണാൾഡിൽ നിന്നൊക്കെ ഭക്ഷണമൊക്കെ വാങ്ങി ആളുകൾ വന്നിരുന്ന് ഒന്ന് റിലാക്സ് ചെയ്ത് കഴിച്ചൊക്കെ ഇരിക്കുന്നൊരു സ്ഥലമാണ്. ശനിയാഴ്ചകളിലൊക്കെ രാത്രികളിലൊക്കെ വരുവാണെങ്കിൽ ഇവിടെ മുഴുവൻ തിരക്കാണ്. പിന്നീട് ഒരു ദിവസം കറക്റ്റായിട്ട് ഞാൻ മുമ്പ് പറഞ്ഞ പോലെ ശനിയാഴ്ച തന്നെ ഒരു ദിവസം വരാം. ഇതിപ്പോൾ 1 തീയതി ആയിട്ട് 1 തീയതി എങ്ങനെയാണ്, അതായത് മറ്റേ 31 തീയതിത്തെ തിരക്കെല്ലാം കഴിഞ്ഞിട്ട് എല്ലാവരും ക്ഷീണമൊക്കെ കഴിഞ്ഞൊന്ന് ഇറങ്ങി വരുന്നൊരു ടൈമായതേ ഉള്ളൂ. അത് മഴയൊക്കെ പെയ്തപ്പോഴേക്ക് ഇച്ചിരി സൗന്ദര്യം കൂടിയോ എന്നൊരു റിഫ്ലക്ഷനൊക്കെ അടിച്ച് ഇത്തിരി സൗന്ദര്യം കൂടിയിട്ടുണ്ടെന്ന് തോന്നുന്നു സ്ട്രീറ്റിന് തന്നെ. ഇവിടെ ഒരു മക്ഡൊണാൾഡ് ഉണ്ട് ഈ സ്ട്രീറ്റിൽ. അതാണിത്. പക്ഷെ പുറത്തുനിന്ന് കണ്ടാൽ ഇതൊരു വെറുതെ ഒരു സാധാരണ കെട്ടിടം പോലെ. അതുകൊണ്ട് ഇങ്ങനൊരു മക്ഡൊണാൾഡ് എന്ന് എഴുതിയിട്ട് മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് സാധാരണ നമ്മൾ കാണാറുള്ള ഒന്നും ഇവിടെ കാണില്ല. അതുകൊണ്ട് മക്ഡൊണാൾഡ് കണ്ടുപിടിക്കാൻ ചിലപ്പം ഒന്ന് ബുദ്ധിമുട്ടിന്നിരിക്കും. ഇതാണ് ദ മെയിൻ സെൻറ്റർ ഓഫ് ദി സ്ട്രീറ്റ്. ഇവിടെ എന്താ രസം നോക്കി.
ഇന്നിപ്പോൾ ഈ കേൾക്കുന്ന മ്യൂസിക് അത് സ്പെഷ്യലാണ്. ഇന്നത്തെ എനിക്ക് തോന്നുന്നു ഇന്നത്തെ ന്യൂ ഇയർ സ്പെഷ്യലാണെന്ന് തോന്നുന്നു. ടെമ്പിൾ ബാർ ഇതൊരു ടൂറിസ്റ്റ് അട്രാക്ഷൻ എന്നുള്ള രീതിയിൽ മാത്രമാണ് ഇപ്പോൾ എല്ലാം. അതായത് ഇവിടെ വന്ന് ഒന്ന് കയറുക, ഇതൊന്ന് കാണുക, ഇവിടെ നിന്നൊരു ഫോട്ടോ ഒക്കെ എടുക്കുക എന്നുള്ളത് മെയിനായിട്ട് ഇപ്പോൾ എല്ലാവരുടെയും ഒരു ബക്കറ്റ് ലിസ്റ്റിലുള്ള സാധനമാണ്. അയർലൻഡിലെത്തിയാൽ ഇവിടെ വരിക, ഇവിടെ വന്നൊരു ഫോട്ടോ എടുക്കുക, 2 എണ്ണം കഴിക്കുക എന്നൊക്കെയുള്ളത്. ടെമ്പിൾ ബാറിൻ്റെ അകത്തുകൂടി നമുക്കൊന്ന് കയറി നോക്കാം. അകത്ത് ചിലപ്പോൾ ശബ്ദം കൂടുതലായിരിക്കും, അതുകൊണ്ട് ഞാനൊന്നും സംസാരിക്കുന്നില്ല. ജസ്റ്റ് നമുക്കൊന്ന് അകത്ത് കണ്ടിട്ട് വരാം. You want to sit down, don't you? I can't do anything till this gentleman goes by. How is it going, your friend? Now you're very welcome to the season of cabaret. Where are you from? ഇന്നലെയൊക്കെ നമുക്ക് നടക്കാൻ പറ്റില്ല, ഒരാൾക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കാൻ പറ്റില്ല. അങ്ങനത്തെ ഒരു വല്ലാത്ത തിരക്കാണ്. അതിന് തൊട്ടടുത്ത് തന്നെ ഒരു വിസ്കി റിസോർട്ട്.
1-ാം തീയതിയായിട്ട് നമ്മൾ മുമ്പ് കാണിച്ചിട്ടുള്ള ഷോപ്പിംഗ് മാളുകളൊന്നും തന്നെ വർക്കിംഗ് അല്ല. പിന്നെ ഫുഡ് ഒക്കെ കൊടുക്കുന്ന കടകൾ, റെസ്റ്റോറൻറ്റ്സൊക്കെ മാത്രമാണ് ഓപ്പണായിട്ടുണ്ടായിരുന്നത് ഇന്ന്. പിന്നെ പബ്ബുകൾ പിന്നെ ഇവിടെ അത്യന്താപേക്ഷിതമായതുകൊണ്ട് മാത്രം ആണ് ഇവിടെ ഇതൊക്കെ എല്ലാം ഓണായിട്ടിരിക്കുന്നത്. പക്ഷേ ഇവിടെയാണ്, അതായത് ടെമ്പിൾ ബാറിനെ ചുറ്റിപ്പറ്റിയാണ് ഇതിൻ്റെ തിരക്ക് മുഴുവൻ. അതിപ്പോൾ സാധാരണ ഒരു വീക്ക് ഡേയിലാണെങ്കിലും ശരി, ശനിയാഴ്ചകളിലായാലും ശരി, ന്യൂ ഇയർ ആണെങ്കിലും ശരി, അതിനൊന്നൊരു വ്യത്യാസമില്ല. പക്ഷെ ഞാൻ സ്ട്രീറ്റിൻ്റെ അതായത് ഈ പബ്ബുകളുടെ ഒരു അവസാനം വരെ കാണിക്കുകയാണ്. ഇതും പിന്നെ അതുപോലെ എന്നും മ്യൂസിക്കൊക്കെ, എല്ലാ ദിവസവും ലൈവ് മ്യൂസിക്കൊക്കെ എന്നും ഉണ്ട്. നമ്മുടെ റിവർ ലിഫിയുടെ ക്രോസായിട്ട് ഉള്ളൊരു പാലത്തിനകത്ത് അവർ അലങ്കാരം ചെയ്തിരിക്കുന്നതാണ്. ന്യൂ ഇയറിൻ്റെ ബാക്കിയാണ് കേട്ടോ. ഇനി അങ്ങോട്ടൊന്ന് കുറച്ചുകൂടെ മുമ്പോട്ട് പോവാം. ടെമ്പിൾ ബാറിൻ്റെ സൈഡിലൂടെ ഞാൻ കുറച്ചങ്ങോട്ട് കയറിയായിരുന്നു. ആ കയറുന്ന ആ റോഡിൽ കുറച്ചങ്ങോട്ട് മുമ്പോട്ട് പോകുമ്പോൾ ഇന്ത്യൻ കടയുണ്ട്. കാശി കഫേ എന്നാണ് അതിൻ്റെ പേര്. പക്ഷേ അത് നമ്മുടെ പച്ച മലയാളികൾ, തനി കോട്ടയംകാരുടെ കടയാണ് കാശി കഫേ. ഒന്നാന്തരം ചായയും പിന്നെ എന്താ പറയുക, നമ്മുടെ തനി കേരള ഫുഡ് കിട്ടുന്നൊരു സ്ഥലമാണ്. തീർന്നിട്ടില്ല കേട്ടോ. ഇതിപ്പം ഇവിടെയൊക്കെ ഒരല്പം അവിടെ ഇവിടെ ആളുകളൊക്കെ ഒരു ഇപ്പം കുറവായിട്ട് തോന്നുന്നുണ്ടെങ്കിൽ അതൊക്കെ ഇന്നലത്തെ ക്ഷീണത്തിൽ അടഞ്ഞു കിടക്കുന്നത് മാത്രമാണ്. ഇതെല്ലാം കണ്ടോ, ഇതെല്ലാം ലൈവ്, ഇവിടെ എല്ലാം നല്ല തിരക്കുണ്ടാകുന്നതാണ്. അത് ആ ശരിയായ ഈ സ്ട്രീറ്റിൻ്റെ ശരിയായ തിരക്ക് കാണിക്കുന്നൊരു വീഡിയോ പുറകെ വരുന്നുണ്ട്. നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരുന്ന പബ്ബുകളും റെസ്റ്റോറൻറ്റ് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഇവിടം കൊണ്ട് ഏകദേശം തീരുകയാണ് കേട്ടോ. ടക്സ് ഹട്ട് എന്ന് പറഞ്ഞ ഈ പബ്ബ്, അതുപോലെ ഈ പബ്ബ്, ഇതുകൊണ്ട് ഇനി അങ്ങോട്ട് പബ്ബുകളൊന്നുമില്ല. ഈ വീഡിയോ ഈ അവസാന അറ്റത്തെത്തി അവസാനിപ്പിക്കുകയാണ്. മറ്റൊരു ഡബ്ലിൻ അയർലൻഡ് വീഡിയോയുമായിട്ട് വീണ്ടും ഉടനെ എത്തുന്നതായിരിക്കും.